ട്രഡീഷണലായിട്ട് ഇഡ്ഡലി എണ്ണ തൂവാതെ തുണി വെച്ച് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു കോട്ടൺ തുണി നന്നായിട്ട് നനച്ച് വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് മാവ് കുഴിയിലേക്ക് നിറയ്ക്കുക. എന്നിട്ട് സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇഡ്ഡലി തട്ട് വെച്ച് ആവി നന്നായിട്ട് പുറത്തേക്ക് വരുന്നത് വരെ വലിയ തീയിൽ തന്നെ വേവിക്കുക. എന്നിട്ട് ആവി പുറത്തേക്ക് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ കുറച്ചിട്ട് 10 മിനിറ്റോളം വേവിച്ചെടുക്കുക. അപ്പോൾ ഇഡ്ഡലി കറക്റ്റായിട്ട് നന്നായിട്ട് വീർത്ത് വന്നിരിക്കും. അടപ്പ് തുറന്നതും ശകലം ഇതുപോലെ വെള്ളം തളിച്ച് അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ച് ഇഡ്ഡലി തട്ട് തിരിച്ചിടുക. എന്നിട്ട് തട്ടം മാറ്റിയതിന് ശേഷം തുണിയുടെ മുകളിൽ ശകലം കൂടെ വെള്ളം ഇതുപോലെ കൈകൊണ്ട് തളിക്കുക. എന്നിട്ട് തുണി പതുക്കെ ഇതുപോലെ മാറ്റിയെടുക്കുക. തുണിയിലൊട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടും. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണ തൂവേണ്ട ആവശ്യം വരുന്നില്ല. പഞ്ഞി പോലെ അല്ല വെള്ള കളറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഇഡ്ഡലി എത്ര സോഫ്റ്റാണെന്നത് മുറിച്ച് കാണുമ്പോൾ തന്നെ അറിയാം. അരിയും ഉഴുന്നും മാത്രം വെച്ച് തയ്യാറാക്കിയ ഇഡ്ഡലി മാവാണ്. അതാണ് നല്ല വെള്ള കളറിൽ കിട്ടിയിരിക്കുന്നത്. ഈ മാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സാമ്പാറിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ്. എല്ലാവരും ഈ രീതിയിൽ ഇഡ്ഡലി തയ്യാറാക്കി നോക്കുക. ഇഡ്ഡലി മാവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ മാവ് നമുക്ക് ഏകദേശം 3 ആഴ്ച വരെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഉലുവയൊന്നും ചേർക്കാത്തതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.